സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പതിവ് പോലെ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാനും പ്രിയോമന സിസ്റ്ററും കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഈ ലോകത്തിലുള്ള എല്ലാവരും തന്നെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും എതിർ ക്രിസ്തുവാണ് എന്നുള്ളതാണ്. എന്നാൽ അത് എതിർ ക്രിസ്തു അല്ല എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഇത് എതിർ ക്രിസ്തുവാണ് എന്ന് പ്രസംഗിച്ച് വെച്ചിരിക്കുമ്പോൾ ഇത് എതിർ ക്രിസ്തുവല്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുക? പ്രിയോമന സിസ്റ്റർ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുമല്ലോ. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ചോദിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം മുദ്രയിൽ വരുന്ന വെള്ളക്കുതിരയെ പറ്റിയാണ്. ഭൂരിപക്ഷം വെളിപ്പാട് പുസ്തക വ്യാഖ്യാതാക്കളും ഇത് എതിർ ക്രിസ്തുവാണെന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇത് എതിർ ക്രിസ്തു അല്ല എന്ന് പ്രൂവ് ചെയ്തു തരാം. ഇതിനു മുൻപായി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഇതിന്റെ കുറെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. അതായത് 2-3.5 വർഷങ്ങൾ ചേർത്താണ് നമ്മൾ ടോട്ടൽ 7 വർഷത്തെ മഹോപദ്രവ കാലം എന്ന് പറയുന്നത്. ഇതിന്റെ 2-ാം പകുതിയിലാണ് സാത്താനെ വെട്ടി ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നതും അവൻ ഭൂമിയിലുള്ള ഒരുവനിൽ പ്രവേശിച്ച് അവൻ എതിർ ക്രിസ്തുവായി മാറുന്നതും. ഇത് സംഭവിക്കുന്നത് 7-ാം കാഹളം മുഴങ്ങുമ്പോൾ മാത്രമാണ്. 1 മുതൽ 7 വരെയുള്ള മുദ്രകൾ ഓരോന്നോരോന്നായി മുന്നോട്ട് ഓർഡറിലാണ് പൊട്ടിക്കുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ 7-ാം മുദ്രയിൽ കാണുന്ന 7-ാം കാഹളത്തിൽ മാത്രമാണ്, അതായത് 12-ാം അധ്യായത്തിൽ എത്തുമ്പോൾ മാത്രമാണ് മിഖായേൽ സാത്താനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്. ഈ 7-ാം കാഹളം മുഴക്കുമ്പോൾ മാത്രമാണ് ഇസ്രയേലിന്റെ പ്രസവ വേദന ആരംഭിക്കുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകത്തിലും പറഞ്ഞിരിക്കുകയാണ്, അന്ന് മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കുമെന്നും അന്നു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ ഉണ്ടാകുമെന്നും ഇത് 3.5 വർഷത്തേക്ക് ആയിരിക്കുമെന്നും. അപ്പോൾ ദാനിയേൽ പറഞ്ഞതുപോലെ മിഖായേൽ എഴുന്നേറ്റ് സാത്താനെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ഭൂമിയിലെത്തി 2 സാക്ഷികളെ കൊന്ന മൃഗത്തിന്റെ മേൽ പ്രവേശിക്കുമ്പോൾ മുതലാണ് അവൻ എതിർ ക്രിസ്തുവായി മാറുന്നത്. ദാനിയേൽ പറഞ്ഞ ഇക്കാര്യങ്ങൾ നിറവേറുന്നത് 7-ാം കാഹളത്തിലാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായം മുതലാണ് അവന് 3.5 വർഷത്തെ അധികാരം ലഭിക്കുന്നത്. 7 വർഷ മഹോപദ്രവ കാലം എന്ന് നമ്മൾ പറയുമെങ്കിലും സാത്താൻ വന്നതിന് ശേഷമുള്ള ഈ അവസാന 3.5 വർഷമാണ് യഥാർത്ഥത്തിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ അഥവാ ഉഗ്രപീഡനം ആരംഭിക്കുന്നത്. ഈ സമയം മുതലാണ് ഇസ്രയേൽ സാത്താന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നതും അവൻ അവിടെ ശേഷിച്ചവരെയെല്ലാം കൊന്നൊടുക്കാൻ പോകുന്നതും. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് 7 വർഷത്തിന്റെ ആരംഭത്തിൽ ഇവൻ അവിടെ ഉണ്ടെങ്കിലും അപ്പോൾ അവൻ സാത്താൻ പ്രവേശിച്ച ഇത്രയും പവർഫുൾ ആയിട്ടില്ല. 7-ാം കാഹളം മുതൽ, അതായത് 13-ാം അധ്യായം മുതൽ മാത്രമാണ് ഇവന് ദൈവദൂഷണവും വൻപും പറയാനുള്ള ഒരു വായ് നൽകപ്പെടുന്നത്. അപ്പോൾ മുതലാണ് ഇവൻ ദൈവദൂഷണം പറഞ്ഞ് എതിർ ക്രിസ്തുവാകുന്നത്. അപ്പോൾ മുതലാണ് ഇവൻ സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ അധികാരം ലഭിക്കുന്നത്. അപ്പോൾ 7 വർഷത്തിന്റെ ആരംഭത്തിൽ ഇവൻ അവിടെ ഉണ്ടെങ്കിലും 7-ാം കാഹളത്തിൽ എത്തുമ്പോൾ മാത്രമാണ്, സാത്താൻ പ്രവേശിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അവസാന 3.5 വർഷം ആരംഭിക്കുന്നതും ഇവൻ എതിർ ക്രിസ്തു ആകുന്നതും. ആദ്യമേ തന്നെ ദൈവനിഷേധിയും ദൈവത്തെ എതിർക്കുന്നവനുമായിട്ടാണ് അവൻ വരുന്നതെങ്കിൽ ഇസ്രായേൽ ജനം അവനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ 3.5 വർഷക്കാലം ഇവൻ ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ പലരുമായും ശക്തമായ ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഉണ്ടാകുമെന്നേയുള്ളൂ. ആദ്യത്തെ 3.5 വർഷക്കാലം 2 സാക്ഷികൾക്കാണ് അധികാരവും പവറും ഉള്ളത്. 2 സാക്ഷികൾ അവിടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നവരായി ശത്രുക്കളെ ദഹിപ്പിച്ചു കളയാനും അവരെ ഉപദ്രവിക്കുന്നവരെയെല്ലാം കൊല്ലാനും ഉള്ള പവറോടെ ആ ദിവസങ്ങളിൽ മഴ പെയ്യിപ്പിക്കാതിരിക്കാനും ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും ഒക്കെ അധികാരമുള്ളവരായി അവിടെ നിൽക്കുമ്പോൾ ഇവന് അവരെയോ ഇസ്രയേൽ ജനത്തെയോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അന്ന് അവൻ പവർഫുൾ ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമായിരിക്കും. എന്നാൽ ഇസ്രയേൽ ജനം പഴയതുപോലെ തന്നെ ദൈവം അയച്ച ഈ 2 പ്രവാചകന്മാരെ തിരസ്കരിക്കുകയും കൊല്ലാൻ ആഗ്രഹിക്കുകയും അവരെ ഇവന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് അവൻ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായി മാറി 2 സാക്ഷികളെ കൊല്ലുന്നത്. അതോടുകൂടെയാണ് സാത്താനെ വെട്ടിയെറിയുന്നതും അവൻ ഈ മൃഗത്തിന്റെ മേലായി ഉഗ്രപ്രതാപിയായി മാറുന്നതും.
അപ്പോൾ 7 വർഷത്തിന്റെ ആരംഭത്തിൽ ഇവനൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും. 2 സാക്ഷികളെ കൊല്ലുന്ന സമയത്ത് ഇവൻ പാതാളത്തിലുള്ള വീണുപോയ 5 പേരിൽ ഒരുവന്റെ സ്പിരിറ്റ് കയറിയവനായി മാറും. തുടർന്ന് 7-ാം കാഹളം മുതൽ സാത്താൻ പ്രവേശിച്ച് എതിർ ക്രിസ്തുവും ആകും. ഇതെല്ലാം അവന്റെ രൂപമാറ്റങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമ്മൾ പറഞ്ഞു 6-ാം കാഹളം മുഴക്കിയ സമയത്താണ് 2 സാക്ഷികൾ വരുന്നത് എന്ന്. 6-ാം കാഹളം മുഴക്കിയപ്പോൾ മുതൽ യോഹന്നാൻ കാണുന്ന കാഴ്ചകളെല്ലാം 6-ാം കാഹളം മുഴക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാത്രമാണ് 2 സാക്ഷികളെ യോഹന്നാൻ കാണുന്നതെങ്കിൽ അപ്പോൾ മാത്രമാണ് 7 വർഷം ആരംഭിച്ച് തുടങ്ങുന്നത്. 6-ാം കാഹളത്തിൽ ആദ്യം 1/3 മനുഷ്യർ മരിക്കുന്ന ഒരു ഭീകര യുദ്ധമാണ് നടക്കുന്നത്. അതിൽ ഇസ്രയേൽ ജയിക്കുകയും 10-ാം അധ്യായത്തിൽ അവർ ദേവാലയം പണിയുകയും ചെയ്യും. ദേവാലയം വരാതെ 7 വർഷം ആരംഭിച്ച് തുടങ്ങില്ല. കാരണം ന്യായവിധി ദൈവഭവനത്തിലാണ് ആരംഭിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ആ ദേവാലയത്തിലേക്ക് ഒഴുകി വരുന്ന യഹൂദരോടാണ് 2 സാക്ഷികൾ മുന്നറിയിപ്പുകൾ നൽകാൻ പോകുന്നത്. അപ്പോൾ 7 വർഷം ആരംഭിക്കുന്നത് 6-ാം കാഹളം മുഴക്കുന്ന സമയത്ത് മാത്രമാണ് എന്നതും വ്യക്തമാണ്. അപ്പോൾ ഇതിനെല്ലാം മുൻപ് 1-ാം മുദ്രയിൽ വന്നതാരാണ്? യോഹന്നാനോട് അന്ന് മുതൽ സംഭവിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ് എഴുതാൻ പറയുന്നത്. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ സംഭവിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ കാണുന്നതും എഴുതുന്നതും. അപ്പോൾ ചരിത്രത്തിലേക്ക് കൂടി നമ്മൾ നോക്കണം, ഇതിൽ എന്തൊക്കെയാണ് നിവൃത്തിയായത് എന്നറിയണമെങ്കിൽ. പ്രവചനങ്ങൾ നിറവേറുമ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതിനാണ് പ്രവചനങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നടന്നത് എന്താണ്? യഹൂദർ തിരസ്കരിക്കപ്പെട്ടു. വിജാതീയരായ നമ്മൾക്കായി കൃപയുടെ ഒരു സുവിശേഷം പൗലോസ് അപ്പോസ്തലനിലൂടെ ആരംഭിച്ചു. ഈ സുവിശേഷം അവിടെ ഒന്നും ഒതുങ്ങാതെ ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്കും ഭാഷകളിലേക്കും വ്യാപിച്ച് വിജയിച്ച് മുന്നേറി. ഇന്ന് ബെത്ലഹേമിൽ ജനിച്ച യേശുക്രിസ്തുവിനെ അറിയാത്ത രാജ്യങ്ങളുണ്ടോ? യേശുക്രിസ്തുവിന്റെ വിശ്വാസികളില്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇല്ല. സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ള എണ്ണിക്കൂടാൻ പറ്റാത്ത ഒരു മഹാപുരുഷാരം കൃപയുടെ ഈ സുവിശേഷത്തിലൂടെ റാപ്ചറായി സ്വർഗത്തിൽ എത്തുക തന്നെ ചെയ്യും. ഇതാണ് 1-ാം മുദ്രയിൽ വന്ന വെള്ളക്കുതിരക്കാരൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര പുറപ്പെട്ടു എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. വിജയത്തിൽ നിന്നാണവൻ യാത്ര പുറപ്പെടുന്നത് തന്നെ. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പൗലോസ് ശുശ്രൂഷകനായ കൃപയുടെ സുവിശേഷം ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. പൗലോസ് അപ്പോസ്തലൻ ഇന്ത്യയിലോ കേരളത്തിലോ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്നത് പൗലോസിനെ ഭരമേൽപ്പിച്ചതും പൗലോസ് ശുശ്രൂഷകനുമായ സുവിശേഷമാണ്. നമ്മളിപ്പോൾ റോമാലേഖനത്തിന്റെ ഒരു സ്റ്റഡി ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് റോമിലെത്തിയിരുന്നില്ല. പക്ഷേ പൗലോസിന്റെ സുവിശേഷം റോമിലെത്തിയിരുന്നു. അപ്പോൾ ഇന്ന് ലോകമെങ്ങും എത്തിയത് യഹൂദർ പ്രസംഗിക്കുന്ന ദൈവരാജ്യം വരുന്നു എന്ന സുവിശേഷമല്ല, മറിച്ച് ജാതികൾ പ്രസംഗിക്കുന്നതും നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന സുവിശേഷവുമാണ്. ഇതാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് 1-ാം മുദ്രയിൽ വന്ന വെള്ളക്കുതിരക്കാരന്റെ വിജയം. അല്ലാതെ ആദ്യത്തെ 3.5 വർഷക്കാലം 2 സാക്ഷികൾ അവിടെ പവർഫുള്ളായി നിൽക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനും, പിന്നെ ദൈവം അനുവദിക്കുമ്പോൾ അവസാനം 3.5 വർഷം മാത്രം ഇസ്രയേലിൽ ശേഷിച്ചവരെ മാത്രം കൊല്ലാൻ കഴിയുന്നവനുമായ ഒരാളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് പറയില്ല. അല്ലെങ്കിൽ തന്നെ സാത്താന്റെ വിജയത്തെ ബൈബിൾ അങ്ങനെയാണോ വിശേഷിപ്പിക്കുക? അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കല്ല യാത്ര പുറപ്പെടുന്നത്. അവൻ പരാജയത്തിൽ നിന്നും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടിയാണ് യാത്ര പുറപ്പെടാൻ പോകുന്നത്. അതും യാത്ര പുറപ്പെട്ടു എന്നല്ല, വലിച്ചെറിയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തക വ്യാഖ്യാതാക്കൾ പലരും എതിർ ക്രിസ്തുവിനെ വെള്ളക്കുതിരപ്പുറത്ത് കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ സാത്താനെ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നവനായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. മറിച്ച് സാത്താനെന്നും പിശാചെന്നും ആ പുരാതന സർപ്പമെന്നും അത്യുഗ്ര സർപ്പമെന്നും എല്ലാം വിളിച്ച 7 തലയും 7 കിരീടങ്ങളും 10 കൊമ്പുമുള്ള സാത്താൻ പ്രവേശിച്ചവനായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ സാത്താനിൽ കണ്ട 7 തലയും 10 കൊമ്പും 13-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവായി മാറിയ ആ മൃഗത്തിന്റെ മേൽ കാണിച്ചിരിക്കുന്നത്.
അതായത് 13-ാം അധ്യായം മുതൽ സാത്താൻ അവനിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ അവനിൽ 7 തലയും തലകളിൽ 7 കിരീടങ്ങളുമുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് 7-ാം മുദ്രയിൽ കണ്ട 7-ാം കാഹളത്തിലുമാണ്. 7ന്റെ ആവർത്തനങ്ങൾ കണ്ടോ? ഇസ്രയേലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും 7ന്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന സത്യം ആദ്യമേ ഗ്രഹിക്കണം. വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാനുള്ള ഒരു കീ പോയിന്റാണിത്. ഈ 7ന്റെ മർമ്മങ്ങൾ എന്താണ്? ഇവിടെ ഇവന്റെ 7 തലയും 7 കിരീടങ്ങളും കാണിക്കുന്നത്. 7 തലകൾ 7 മലകളാണ്, അവ 7 രാജാക്കന്മാരുമാണ് എന്ന് എഴുതിയിരിക്കുന്നു. അതായത് അവ ഇസ്രയേലിനെ കീഴടക്കി വാണിട്ടുള്ള 7 സാമ്രാജ്യങ്ങളും 7 രാജാക്കന്മാരുമാണ്. അതിൽ 5 പേർ വീണുപോയെന്നും 6-ാമൻ ഈ വെളിപ്പാട് പുസ്തകം കൊടുക്കുന്ന സമയത്തുണ്ടെന്നും, അതായത് റോമൻ കിങ്ഡം. 7-ാമനാണ് ഇനി വരാനിരിക്കുന്നതെന്നും 17-ാം അധ്യായത്തിലെ വിവരണത്തിൽ നിന്നും വ്യക്തമാണ്. അതായത് ഇസ്രയേൽ അവരുടെ ഗർഭാവസ്ഥയിലും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും മധ്യവയസ്സിലും എന്ന പോലെ 6 തവണ അടിമത്തത്തിലായിട്ടുണ്ട്. അവ യഥാക്രമം ഗർഭാവസ്ഥയിൽ ഈജിപ്തിലാണ്, പിന്നെ അസീറിയൻ, ബാബിലോണിയൻ, പേർഷ്യൻ, ഗ്രേഷ്യൻ, റോമൻ സ്ലേവറീസ് ആണ്. ഇനി വരാനിരിക്കുന്നത് വാർദ്ധക്യത്തിലേതും 7-ാമത്തേതുമാണ്. എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി അവരുടെ അടിമത്തം അവസാനിച്ച് അവർ 1000 ആണ്ടിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ 7 തലയും 7 തലകളിൽ 7 കിരീടങ്ങളും 10 കൊമ്പുമുള്ള സാത്താൻ പ്രവേശിച്ചവനായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ തിന്മ മൂലം വ്യത്യസ്ത സമയങ്ങളിൽ ഇസ്രയേലിനെ തകർക്കാൻ ദൈവം അനുവദിക്കുന്ന 7 രാജാക്കന്മാരും അവരുടെ 7 കിരീടങ്ങളുമാണിത്. എന്നാൽ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, 1-ാം മുദ്രയിൽ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവന് 7 തലയും 7 കിരീടവും ഇല്ല. അവന് ഒരു കിരീടമാണ് നൽകപ്പെടുന്നത്. ആ കിരീടം എന്തിനെയാണ് കാണിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്ന്. അപ്പോൾ പൗലോസിലൂടെ നൽകപ്പെട്ട കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ച് കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവിന്റെ വരവിനായി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഏതൊരാൾക്കും നൽകുന്ന ഒരു കിരീടമുണ്ട്. ഏതാണ് ആ കിരീടം? അതാണ് നീതിയുടെ കിരീടം. ആ നീതിയുടെ കിരീടവുമായാണ് ഈ വെള്ളക്കുതിരക്കാരൻ യാത്ര പുറപ്പെടുന്നത്. വെള്ളക്കളറും നീതിയെയാണ് കാണിക്കുന്നത്. ഇവിടെ അത് ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവനെയും നീതീകരിക്കുന്ന ദൈവത്തിന്റെ രക്ഷിക്കുന്ന നീതിയെയും, 19-ാം അധ്യായത്തിൽ ഹർമഗദോൻ യുദ്ധത്തിനായി യേശുക്രിസ്തു വരുമ്പോൾ ആ വെള്ളക്കുതിര ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ നീതിയെയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ സ്വർഗത്തിലുള്ളവർ ദൈവമേ, അങ്ങയുടെ വിധികൾ നീതിയുള്ളവ എന്ന് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് 1-ാം മുദ്രയിൽ കൃപായുഗത്തിന്റെ വിജയയാത്രയിൽ ദൈവത്തിന്റെ രക്ഷിക്കുന്ന നീതിയുടെ പ്രതീകമായി വെള്ളക്കുതിരപ്പുറത്ത് നീതിയുടെ കിരീടവുമായി വരുന്ന ആൾ എതിർ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞാൽ അത് പണ്ട് യേശുക്രിസ്തുവിനെ ബെൽസബൂൽ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലൊരു തെറ്റാണ്. അതുകൊണ്ട് ആരെയാണ് ഇത്രയും നാൾ എതിർ ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സ്പിരിച്വൽ ബീയിങ് ആയി നമ്മളെ വിജയിപ്പിക്കാനായി ഈ വെള്ളക്കുതിരക്കാരൻ നമ്മുടെ കൂടെ 2000 വർഷങ്ങളായി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആന്റി ക്രൈസ്റ്റിന് അഥവാ എതിർ ക്രിസ്തുവിനെ വെളിപ്പെട്ട് വരാൻ കഴിയാത്തത് തന്നെ. എന്നിട്ട് ഈ വെള്ളക്കുതിരക്കാരനെയാണ് ഇവൻ ആന്റി ക്രൈസ്റ്റ് ആണെന്ന് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് 1-ാം മുദ്രയിൽ വെള്ളക്കുതിരപ്പുറത്തെ ഒരു കിരീടവുമായി വരുന്നവൻ എതിർ ക്രിസ്തു അല്ലെന്നും അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരികയല്ല, വലിച്ചെറിയപ്പെടുകയാണെന്നും അവന് 7 തലയും തലകളിൽ 7 കിരീടങ്ങളും 10 കൊമ്പും ഉണ്ടെന്നും അവൻ വരുന്നത് 7-ാം മുദ്രയിൽ കാണുന്ന 7-ാം കാഹളത്തിൽ മാത്രമാണെന്നും മനസ്സിലാക്കണം. 7ന്റെ ആവർത്തനങ്ങൾ കാണുന്നതുകൊണ്ട് ഇവൻ ആണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട അവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജിനേഷ് പാസ്റ്റർ ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.
പ്രൈസ് ലോർഡ്. താങ്ക് യു സിസ്റ്റർ. വളരെ വിശദമായിട്ടുള്ള ഒരു മറുപടി ഈ വിഷയത്തിൽ തന്നതിന് വളരെ നന്ദി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ പറഞ്ഞ ഈ വിഷയത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഒന്നാം മുദ്ര പൊട്ടുമ്പോൾ കടന്നു വരുന്നത് എതിർ ക്രിസ്തു അല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒന്നാം മുദ്രയിലോ രണ്ടാം മുദ്രയിലോ മൂന്നാം മുദ്രയിലോ നാലാം മുദ്രയിലോ അഞ്ചാം മുദ്രയിലോ ആറാം മുദ്രയിലോ ഏഴാമത്തെ മുദ്ര പൊട്ടുന്നത് വരെയോ എതിർ ക്രിസ്തു വരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ തന്നെ 7 മുദ്രകൾ പൊട്ടിയതിന് ശേഷം അവിടെ ഇതാ 7 കാഹളവിധി നടക്കുമ്പോൾ അവിടെ 6ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ മാത്രമാണ് അവിടെ ഒരു യുദ്ധമുണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആ യുദ്ധം ഇസ്രായേൽ ജയിക്കുന്നത് കൊണ്ട് അവിടെ ഇസ്രായേൽ ഒരു ആലയം പണിയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, വെളിപ്പാട് 10-ാം അധ്യായത്തിൽ. അപ്പോൾ തന്നെ 7 വർഷം ആരംഭിക്കുന്നത് 6ാമത്തെ കാഹളത്തിലാണ് എന്നും, അപ്പോൾ തന്നെ 2 സാക്ഷികൾ അവിടെ 3.5 വർഷം പ്രസംഗിച്ചതിന് ശേഷമാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗം എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവരെ കൊന്നുകളയുകയാണ്. അപ്പോൾ തന്നെ 7ാമത്തെ കാഹളവും മുഴങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ പൂർണ്ണ രൂപം പ്രാപിച്ച ആ സാത്താനിക മനുഷ്യൻ ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1-ാം മുദ്രയിൽ പോയിട്ട് 7 മുദ്രയിലും എതിർ ക്രിസ്തു വരുന്നില്ല. അതിന്റെ 7ാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോഴാണ് ഉഗ്രരൂപിയായ എതിർ ക്രിസ്തു ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ദാനിയേൽ 12-ന്റെ 1-ൽ പറയുകയാണ്, അക്കാലത്ത് മിഖായേൽ എഴുന്നേൽക്കും. അപ്പോൾ അക്കാലത്ത് മിഖായേൽ എഴുന്നേറ്റാൽ പിന്നീട് 3.5 വർഷമാണ് ശേഷിച്ചിരിക്കുന്നത് എന്നുള്ളത് ദാനിയേൽ 12-ന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് മിഖായേൽ എഴുന്നേൽക്കുന്നത് എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിവിടെ 7ാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോഴാണ് ഇവിടെ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടാകുന്നതും മിഖായേൽ സാത്താനെ വെട്ടി താഴെയിടുന്നതും ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നതും. ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം 2 സാക്ഷികളെ കൊന്നു നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മേലാണ് ഈ മിഖായേൽ വെട്ടിയിടുന്ന സാത്താൻ വന്ന് പ്രവേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് 3.5 വർഷം മാത്രമാണ് എതിർ ക്രിസ്തുവിന് ഈ ലോകത്തിൽ അധികാരമുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. 1-ാം മുദ്രയിൽ വരുന്നത് എതിർ ക്രിസ്തു അല്ല. ശേഷം മുഴങ്ങുന്ന 7 മുദ്ര പൊട്ടുമ്പോഴും എതിർ ക്രിസ്തു വരുന്നില്ല. അതിന്റെ 6-ാം കാഹളത്തിൽ അവിടെ ഇതാ ദേവാലയം പണിയപ്പെടുന്നു. 3.5 വർഷം 2 സാക്ഷികൾ പ്രസംഗിക്കുന്നു. അവരെ കൊന്ന് കയറി വരുന്ന ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ എതിർ ക്രിസ്തുവിന് പ്രോഗ്രസീവായിട്ട് ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേൽ 9:27 പറയുന്ന പോലെ പലരുമായി അവൻ ഉടമ്പടി സ്ഥാപിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് അവൻ കടന്നു വരുന്നത്. 7 വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ പോലും എതിർ ക്രിസ്തു ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പിന്നീട് നോക്കുമ്പോൾ 2 സാക്ഷികളുടെ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്നൊരു മൃഗമായി അവൻ മാറ്റപ്പെടുകയാണ്. അപ്പോൾ പലരുമായി ഉടമ്പടി ചെയ്ത് പിന്നീട് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായി മിഖായേൽ എഴുന്നേൽക്കുമ്പോൾ സാത്താനെ വെട്ടിയിടുമ്പോൾ അവൻ ആ സാത്താൻ പ്രവേശിക്കുന്ന വ്യക്തിയായി ഉഗ്രരൂപിയായിട്ടാണ് എതിർ ക്രിസ്തു 3.5 വർഷം ഈ ലോകത്ത് ഭരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് 1-ാം മുദ്രയിൽ വരുന്നത് എതിർ ക്രിസ്തു അല്ല എന്നുള്ളത് ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പ്രിയ സഹോദരിയുടെ സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ തിരുവചനത്തെ നിരത്തി വെച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഒരു പഴുതില്ലാത്ത രീതിയിൽ ഇത് 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ എതിർ ക്രിസ്തു വരുന്നില്ല എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. 7 മുദ്രകൾ പൊട്ടിയതിനു ശേഷം മുഴങ്ങുന്ന 7 കാഹള ന്യായവിധിയിൽ അതിന്റെ 7ാമത്തെ കാഹള ന്യായവിധി ആ മുഴങ്ങുമ്പോൾ മാത്രമാണ് സാത്താനെ വെട്ടിയിടുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ് സാത്താൻ പ്രവേശിച്ച ഈ വ്യക്തി 3.5 വർഷം ഈ ലോകത്ത് എതിർ ക്രിസ്തുവായി ഭരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു മറുപടിയാണ് പ്രിയ സഹോദരി നൽകിയത്. വാസ്തവത്തിൽ യോഹന്നാൻ വെളിപ്പാട് കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലന് ലഭിച്ച ഈ കൃപയുടെ സുവിശേഷം അതിന്റെ ജൈത്രയാത്ര തുടർന്ന് ജയിക്കുന്നവനായും ജയിക്കാനും വേണ്ടി പുറപ്പെടുന്ന ഈ ഒരു കുതിരയെ കാണിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഇന്നേക്ക് 2000 വർഷം ഈ ചരിത്രം പിന്നിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ യോഹന്നാനോട് ദൈവം പറയുകയാണല്ലോ, മേലാൽ സംഭവിപ്പാനുള്ളത്
ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് 2000 കൊല്ലം കഴിഞ്ഞ് റാപ്ചർ കഴിഞ്ഞ് ഉള്ള സംഭവങ്ങൾ കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഇനി മുതൽ അങ്ങോട്ട് സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ AD 95 മുതൽ ഇന്നേക്ക് 2024 ആകുമ്പോൾ ഈ 2000 വർഷത്തെ ചരിത്രം പുറകോട്ട് നോക്കുമ്പോഴാണ് ഈ വെള്ളക്കുതിരക്കാരന്റെ ജൈത്രയാത്ര എത്ര മനോഹരമായിട്ട് മുന്നോട്ട് കടന്നു വന്നു എന്നുള്ളതും. അതുകൊണ്ട് 1-ാം മുദ്ര പൊട്ടുമ്പോൾ കാണുന്ന വെള്ളക്കുതിര അത് സുവിശേഷത്തിന്റെ ജൈത്രയാത്രയാണ് എന്നുള്ളത് സവിസ്തരം പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ ലോകത്തിലെ എല്ലായിടത്തും ഈ സുവിശേഷം എത്തി എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒരു ഉദാഹരണവും പ്രിയ സഹോദരി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ യേശുക്രിസ്തുവിനെ ബേൽസബൂൽ എന്ന് വിളിച്ചതുപോലെ തന്നെയാണ് ഇന്ന് ഈ സുവിശേഷത്തിന്റെ ജൈത്രയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വെള്ളക്കുതിരക്കാരനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നത് യേശുവിനെ ബേൽസബൂൽ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വിളിച്ചതുപോലെയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു ചൂണ്ടിക്കാണിക്കൽ പ്രിയ സഹോദരി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഗർഭകാലത്തും ശൈശവകാലത്തും ബാല്യത്തിലും കൗമാരത്തിലും വയസ്സിലും വാർദ്ധക്യത്തിലും എന്നുള്ളൊരു പ്രയോഗം പ്രിയ സഹോദരി പറയാനിടയായിത്തീർന്നു. അത് ഇങ്ങനെയാണ്. ഗർഭം എന്ന് പറയുമ്പോൾ അത് ഈജിപ്തിൽ വെച്ചുള്ള അവസ്ഥയാണ്. പിന്നീട് ശൈശവം എന്ന് പറയുമ്പോൾ അസ്രിയ, ബാല്യം എന്ന് പറയുമ്പോൾ ബാബിലോൺ, കൗമാരം എന്ന് പറയുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യം, യൗവനം എന്ന് പറയുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം, അപ്പോൾ തന്നെ മധ്യവയസ്കൻ എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യം, വാർദ്ധക്യം എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഇസ്രായേലിന്റെ ആ വാർദ്ധക്യ സഹജമായ ആ അവസ്ഥയിലും ദൈവം തന്നെയാണ് അവരെ കാത്തു പരിപാലിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷം അവർ 1000 ആണ്ടിലേക്ക് കടക്കും എന്നുള്ളത്, ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. അതുകൊണ്ട് 1-ാം മുദ്രയിൽ പ്രത്യക്ഷപ്പെടുന്ന വെള്ളക്കുതിര ഒരിക്കലും എതിർ ക്രിസ്തു അല്ല. ആർക്കെങ്കിലും ആ വെള്ളക്കുതിര പുറത്ത് എതിർ ക്രിസ്തുവിനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താഴെ ഇറക്കുവാൻ ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് യേശുവിനെ നീ ബേൽസബൂലിനെ കൊണ്ടാണ് ഇത് പുറത്താക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് സത്യത്തെ അസത്യമെന്ന് വാദിച്ച ആ തലമുറയിലെ ആളുകളെ പോലെ തന്നെയാണ് ഇന്ന് ഈ സുവിശേഷത്തിന്റെ ജൈത്രയാത്രയെ കണ്ടിട്ട് അത് എതിർ ക്രിസ്തുവാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 1-ാം മുദ്ര പൊട്ടുമ്പോൾ കടന്നു വരുന്ന വെള്ളക്കുതിര ഒരിക്കലും അത് എതിർ ക്രിസ്തു അല്ല. വളരെ സവിസ്തരം അത് കൃത്യമായിട്ടുള്ള വചന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഞങ്ങൾ വെക്കുകയാണ്. ഈ വചനങ്ങളാലും ഈ സത്യങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കണ്ണു തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.